പന്തൽ വിരിച്ചതുപോലെ നീണ്ടുകിടക്കുന്നതും രൂപത്തിൽ ചിറക് വിടർത്തിയ ചിത്രശലഭത്തിന് സാദൃശ്യമായ ഇലയും നീണ്ടതും കയറുപോലെ വളഞ്ഞതുമായ കായ, വള്ളിപ്പയർ, നീളം പയർ, മീറ്റർ പയർ തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്നു. വള്ളിപ്പടർപ്പ് പോലെ പടർന്നു കയറുന്ന ഈ സസ്യത്തിന് വളരുവാൻ മിതമായ ചൂടും അനുയോജ്യമായ ജലസ്രോതസ്സും ആവശ്യമാണ്. നീളൻ പയറിന്റെ ഇലയും കായും ഭക്ഷ്യയോഗ്യവും ഔഷധഗുണമുള്ളതുമാണ്. ബൊട്ടാണിക്കൽ നെയിം വിഗ്ന ആംഗിക്കുലേറ്റ സബ് സ്പീഷ്യസ് സെസ്കിപ്പെഡാലിസ്, ഫാമിലി ഫെബേസിയേ. ആദ്യം വള്ളിപ്പയറിന്റെ ഇലയുടെ ഗുണങ്ങൾ എന്തെന്ന് നോക്കാം. കർക്കിടക മാസത്തിലെ പത്തിലക്കറിയിൽ ഉൾപ്പെടുന്നു. പയറിലയിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയതിനാൽ ദഹനശക്തി വർദ്ധിപ്പിച്ച് ദഹനം സുഗമമാക്കുന്നതിനും കുടലിന്റെ ചലനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴി മലബന്ധം കുറച്ച് ശരീര ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചിൽ, ചെറിയ അണുബാധ തുടങ്ങിയ അവസ്ഥയിൽ വെണ്ണയും പയറിലയുടെ ചാറും ചേർത്ത് പുറമേ പുരട്ടാം. പനി, തൊണ്ടവേദന, ചുമ തുടങ്ങിയ അവസ്ഥയിൽ പയറില, തുളസിയില, ഇഞ്ചി കഷായം വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. വാതസംബന്ധമായ സന്ധിവേദന, ശരീരത്തിലെ നീര് എന്നിവ കുറയ്ക്കാൻ പയറില കഷായം വെച്ച് കഴിക്കാം. വള്ളിപ്പയറിന്റെ ഇലയിൽ മിതമായ അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. കൂടാതെ ആർത്തവ സംബന്ധമായ വേദനയോടുകൂടിയ മെൻസ്ട്രേഷൻ, കൂടാതെ ഇറഗുലർ മെൻസ്ട്രേഷൻ തുടങ്ങിയ അവസ്ഥയിൽ പയറില കഷായം വെച്ച് കഴിക്കാം. വള്ളിപ്പയറിൽ മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. പേശികളുടെ വളർച്ചയ്ക്കും പുനരുദ്ധാരണത്തിനും സഹായിക്കുന്നു. ആൻറ്റിബോഡീസ് അഥവാ രോഗങ്ങൾക്കെതിരായ പ്രതിരോധം പ്രോട്ടീനുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പയറിലെ പ്രോട്ടീൻ നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നു. കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് വഴി അസ്ഥികളുടെ പുഷ്ടിക്കും പല്ലുകളുടെ സ്ഥിരതയ്ക്കും സഹായിക്കുന്നു. നീളൻ പയറിൽ ധാരാളം ഇരുമ്പടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിന്റെ നില മെച്ചപ്പെടുത്താനും രക്തം വർദ്ധിപ്പിച്ച് അനീമിയ തടയാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനും ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീഘടനയുടെ ശരിയായ വളർച്ചയ്ക്കും സഹായിക്കുന്നു. വളരെ കുറഞ്ഞ കാലറിയും ഉയർന്ന ഫൈബറും അടങ്ങിയതിനാൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ വയറ് നിറയുന്നത് പോലെ തോന്നുകയും കൂടുതലായി ആഹാരം കഴിക്കാൻ മനസ്സ് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതുവഴി വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. നീളൻ പയറിന് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. അത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. വൈറ്റമിൻ സി, ഫ്ലാവിനോയിഡുകൾ, പോളിഫിനോൾസ് പോലുള്ള ആൻറ്റി ഓക്സിഡന്റ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വള്ളിപ്പയറിൽ ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ അമിത ഗ്യാസ്, പുളിച്ചു തികട്ടുക തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഒഴിവാക്കുകയും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മലബന്ധം സുഗമമാക്കുന്നതിനും സഹായിക്കുന്നു. വൈറ്റമിൻ സി, ബീറ്റാ കരോട്ടിൻ, ഫ്ലാവിനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് പ്രായം കൂടുന്നത് ദീർഘിപ്പിക്കുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത് തടയാനും സഹായിക്കുന്നു. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയതിനാൽ രക്തത്തിൽ സോഡിയം നിയന്ത്രിക്കാനും അതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ പൊട്ടാസ്യം കുറവ് കാരണമായി വരുന്ന മസിൽ പിടിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു. വള്ളിപ്പയറില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൂടുതലായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും മിതമായ അളവിൽ ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇളം പച്ച നിറമുള്ള പുതിയ ഇലകളാണ് നല്ലത്. പച്ചയ്ക്ക് ഉപയോഗിക്കരുത്. നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. ഇതിൻ്റെ ഇല തോരനായോ കഷായമായോ നമുക്ക് ഉപയോഗിക്കാം. വള്ളിപ്പയർ സാധാരണ ആരോഗ്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഇത് നമുക്ക്
തോരനായോ കറിയായോ ചമ്മന്തിയായോ ഉപയോഗിക്കാം. എന്നാൽ പയർ അലർജിയുള്ള ആളുകൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. അവർക്ക് ചൊറിച്ചിൽ, ശരീരത്തിൽ ചുവപ്പ് പാടുകൾ, ശ്വാസമുട്ടൽ ഉണ്ടാകാം. വള്ളിപ്പയറിൽ ഓക്സലേറ്റ് കണ്ടന്റ് അടങ്ങിയതിനാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർ മിതമായ അളവിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.